വിശദമായ വാർത്തകളിലേക്ക്. പുനലൂരിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് തീപിടിച്ച് വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. വഴിയിൽ കേടായി കിടന്ന വാഹനം വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് തീപിടിച്ചത്. പെട്രോൾ ടാങ്ക് തകരാറിലായതിനാൽ പൈപ്പ് വഴിയാണ് എഞ്ചിനിലേക്ക് പെട്രോൾ നൽകിയിരുന്നത്. ഇതിൽ നിന്നും പെട്രോൾ സൈലൻസറിൽ വീണ് തീപിടിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. വർക്ക്ഷോപ്പ് ജീവനക്കാരൻ തീപിടിച്ച കന്നാസ് റോഡിലേക്ക് വലിച്ചെറിഞ്ഞതോടെ വൻ ദുരന്തം ഒഴിവായി. പുല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറം പൊന്നാനി ചന്തപ്പടിയിൽ ഓർമ്മ ഹോം സെന്ററിൽ തീപിടുത്തം. കടയുടെ മുകൾ ഭാഗം മുഴുവനായും കത്തിനശിച്ചു. പൊന്നാനി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല. പാറശാലയ്ക്ക് സമീപം വൈദ്യുതി ലൈനിൽ ഷോക്കേറ്റ് കിടന്ന മയിലിനെ അഗ്നിരക്ഷാ സേന രക്ഷപ്പെടുത്തി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മയിലിനെ കുറ്റിച്ചൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീമിന് കൈമാറി. കാസർഗോഡ് എയർ ക്യാമ്പിൽ പരിശീലനത്തിനിടെ ഗ്രനേഡ് പൊട്ടി പോലീസുകാരനും മറ്റൊരു താൽക്കാലിക ജീവനക്കാരനും പരിക്കേറ്റു. പൊട്ടാതെ ഗ്രൗണ്ടിൽ കിടന്ന ഗ്രനേഡ് പൊട്ടിയാണ് ഇരുവർക്കും പരിക്കേറ്റത്. എയർ ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ സുധാകരനും ക്ലാസ് 4 ജീവനക്കാരനായ പവിത്രനുമാണ് പരിക്കേറ്റത്. ഇരുവരുടെയും പരിക്ക് സാരമുള്ളതല്ല. CP സുധാകരനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 2 ദിവസമായി എയർ ക്യാമ്പിൽ പരിശീലനം നടന്നുവരികയായിരുന്നു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പ്രണയ വിവാഹിതർക്കെതിരെ പട്ടാപ്പകൽ ഗൂണ്ട ആക്രമണം. വരന്റെ കാർ തടഞ്ഞാണ് 8-അംഗ സംഘം ആക്രമണം നടത്തിയത്. വരന്റെ സുഹൃത്തുക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഘം കാറും അടിച്ചു തകർത്തു. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു. കൊയിലാണ്ടി സ്വദേശിയായ മുഹമ്മദ് സ്വാലിഹ് കീഴരിയൂർ സ്വദേശിയായ പെൺകുട്ടിയെ രജിസ്റ്റർ വിവാഹം ചെയ്തിരുന്നു. പിന്നീട് മതപരമായ ചടങ്ങുകളോടെ വിവാഹം നടത്താൻ പെൺകുട്ടിയുടെ ബന്ധുക്കൾ സമ്മതിച്ചു. വിവാഹ ചടങ്ങിന് കീഴരിയൂർ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ നടേരിയിൽ വെച്ചായിരുന്നു ആക്രമണം. പെൺകുട്ടിയുടെ അമ്മാവന്മാരായ കബീറിന്റെയും മൻസൂറിന്റെയും നേതൃത്വത്തിലാണ് ഗുണ്ടാസംഘം എത്തിയത്. വടിവാളും ഇരുമ്പുവടികളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് ആക്രമിച്ചതെന്ന് സ്വാലിഹ് പറയുന്നു. അവരവിടെ വിളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അതേ ഭീഷണി ഉണ്ടായത്. ഇതിന്റെ മുന്നേ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഈ കബീർ എന്ന് പറഞ്ഞ ആള് എന്റെ വീട്ടിൽ കയറി വന്ന് രാത്രി 2:30 മണിക്ക് വീട്ടിൽ കയറി വന്നിട്ട് പിന്നെ എന്റെ കാലിന് വെട്ടുകയും എന്റെ ഫർഹാന എന്റെ ഭാര്യനെ ഒക്കെ വലിച്ചേച്ച് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ വിവാഹത്തിന് ശേഷവും സ്വാലിഹിനെ വീട്ടിൽ കയറി ആക്രമിച്ചിരുന്നു. അന്ന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. പ്രതികൾ ഇറങ്ങി നടക്കുന്നുണ്ട്. അവര് ഇതിന്റെ മുന്നേ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് കേസ് കൊടുത്തിട്ടും ഞങ്ങൾ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും ഈ കബീർ എന്ന് പറഞ്ഞ ആള് നാട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പെൺകുട്ടിയുടെ അമ്മാവന്മാർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് പോലീസ് സമ്മതിക്കുന്നുണ്ട്. വധശ്രമം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിട്ടുണ്ടെന്ന് റൂറൽ SP. നേരത്തെ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിലുള്ള ആൾക്കാർ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം എടുത്തിരുന്നു. ഇവരുടെ അക്യൂസ്ഡും വിക്ടിമും എല്ലാം ബന്ധുക്കളാണ്. നാട്ടുകാർ തടഞ്ഞതുകൊണ്ടാണ് യുവാവിന്റെയും സുഹൃത്തുക്കളുടെയും ജീവൻ നഷ്ടമാകാഞ്ഞതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. അവരുടെ കയ്യില് നമ്മൾ കാണാത്ത രീതിയിലുള്ള വടിവാളെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതുപോലൊരു സാധനമാണ് കണ്ടത്. പിന്നെ നെഞ്ചക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കയ്യിലുണ്ട്. ഇരുമ്പിന്റെ കുറുവടികൾ ഉണ്ടായിരുന്നു. 2 കൂട്ടരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സംഘം തുടർന്ന് പള്ളിയിലെത്തി മതപരമായ ചടങ്ങുകളോടെ വിവാഹം നടത്തി. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം കോട്ടൂരിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി. കോട്ടൂർ എരുമക്കുഴി സ്വദേശി പത്മജയാണ് കൊല്ലപ്പെട്ടത്. 50 വയസ്സായിരുന്നു. കൊലയ്ക്ക് ശേഷം ഭർത്താവ് ഗോപാലൻ നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. കായംകുളം പത്തിയൂരിൽ ക്ഷീര കർഷകന്റെ പോത്തുകളും എരുമകളും നിരന്തരമായി ചത്തൊടുങ്ങുന്നു. തുരുത്തി തറയിൽ ശശിയുടെ വളർത്തുമൃഗങ്ങളാണ് ചത്തൊടുങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ് ശശി. നാമനിർദ്ദേശ പത്രിക നൽകിയ നാൾ മുതലാണ് കന്നുകാലികൾ ചത്തൊടുങ്ങാൻ തുടങ്ങിയത് എന്നാണ് ശശി പറയുന്നത്. കഴിഞ്ഞ 1 മാസത്തിനിടെ 2 എരുമകളും 3 പോത്തുകളും ചത്തു. ഇതുവഴി ലക്ഷങ്ങളുടെ നഷ്ടമാണ് ശശിക്ക് ഉണ്ടായത്. രാഷ്ട്രീയ വൈരാഗ്യം മൂലം ആരെങ്കിലും വിഷം നൽകിയതാണ് എന്നാണ് ശശിയുടെ ആരോപണം. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്ന ശുചീകരണ ജീവനക്കാർക്ക് 1 വർഷത്തോളമായി ശമ്പളം ലഭിക്കുന്നില്ല എന്ന് പരാതി. DTPCയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ മുഖേന നിയമിച്ചിരിക്കുന്ന തൊഴിലാളികളുടെ ശമ്പളമാണ് മുടങ്ങിയത്. ഇടുക്കിയിലെ DTPC സെന്ററുകളായ മൂന്നാർ, രാമക്കൽമേട്, വാഗമൺ, ശ്രീനാരായണപുരം തുടങ്ങിയ മേഖലകളിൽ ശുചീകരണ ജോലികൾക്കായി താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ട്. അതാത് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും കുടുംബശ്രീ മുഖാന്തരമാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ജീവനക്കാരെ നിയമിച്ചത്.
ഇവരുടെ ശമ്പളം DTPC പഞ്ചായത്തുകൾക്ക് കൈമാറുകയും കുടുംബശ്രീ മുഖേന തൊഴിലാളികൾക്ക് നൽകുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി തൊഴിലാളികൾക്ക് ശമ്പളം ലഭിക്കുന്നില്ല. നവംബർ മാസം ശമ്പളം കൊടുത്തതാണ്. അതിനുശേഷം ഇതുവരെയും ശമ്പളം കൊടുത്തിട്ടില്ല. ഈ ഒരു വർഷമാകുന്നു. DTPCയിൽ വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ധനകാര്യ വകുപ്പ് ഫണ്ട് ഇഷ്യൂ ചെയ്യാൻ സാധ്യമല്ല, ധനകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെടാനാണ്. ക്ലീനർ ജോലി നോക്കുന്ന ഇവരെ സംബന്ധിച്ച് ഈ കോവിഡ് കാലത്ത് ധനകാര്യ വകുപ്പുമായി തിരുവനന്തപുരം പോകുവാനോ വരുവാനോ ഉള്ള സാഹചര്യങ്ങളോ ഇതൊന്നുമില്ല. ഒരു ദിവസം അവരുടെ വണ്ടിക്കൂലി മാത്രം ഓട്ടോ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് 100 രൂപ വീതമാകുന്നുണ്ട്. ഒരു വർഷത്തോളമായി ശമ്പളം മുടങ്ങിയതിനാൽ വൻ സാമ്പത്തിക ബാധ്യതയിലാണ് ശുചീകരണ തൊഴിലാളികൾ. കോവിഡ് പ്രതിസന്ധി മൂലം വാഹനങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ദിവസേന 100 രൂപയോളം മുടക്കി ജോലിക്കെത്തുന്നവർ രാമക്കൽമേട്ടിലുണ്ട്. 10,500 രൂപയാണ് ഇവരുടെ മാസശമ്പളം. ഇതാണ് ഒരു വർഷമായി മുടങ്ങിക്കിടക്കുന്നത്. ചില ഗ്രാമപഞ്ചായത്തുകൾ തനത് ഫണ്ടിൽ നിന്നും തുക നൽകിയ ശേഷം പിന്നീട് DTPCയിൽ നിന്ന് ലഭിക്കുമ്പോൾ മറ്റാവശ്യങ്ങൾക്കായി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ തനത് ഫണ്ട് കുറവുള്ള പഞ്ചായത്തുകൾക്ക് ഇത് സാധ്യമല്ല. ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ മൂലമാണ് തുക ലഭിക്കാത്തതെന്നാണ് DTPC നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 നെടുങ്കണ്ടം. കോതമംഗലത്ത് റോഡ് നവീകരണത്തിന്റെ പേരിൽ കുത്തിപ്പൊളിച്ച റോഡ് 2 വർഷം പിന്നിട്ടിട്ടും സഞ്ചാരയോഗ്യമാക്കിയില്ല. ഇതോടെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി പ്ലാമുടി ഊരംകുഴി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ 3 വർഷം മുൻപാണ് ഉദ്ഘാടനം ചെയ്തത്. പ്രവൃത്തി തുടങ്ങി 2 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണം പൂർത്തിയായില്ല. ഇതോടെ നാട്ടുകാരാണ് ദുരിതമനുഭവിക്കുന്നത്. കോട്ടപ്പടി പഞ്ചായത്തിലെ 10-11 വാർഡുകളിൽ യാത്രാക്ലേശം രൂക്ഷമാണ്. 2 വർഷത്തോളമായി ഇതിന്റെ ദുരിതം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല റോഡായിരുന്നു, ഒട്ടും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നു. അതിനേക്കാൾ കൂടുതൽ നന്നാക്കാം, എന്തോ നല്ല റോഡ് ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞ് JCB ഒന്ന് മാന്തി പൊളിച്ച് ഇട്ടിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇരുമലപ്പടി മുതൽ തുരങ്കം കവല വരെ ഭാഗികമായി റോഡ് പണി പൂർത്തിയാക്കിയെങ്കിലും തുരങ്കം മുതൽ കോട്ടപ്പടി ഹൈസ്കൂൾ കവല വരെയുള്ള ഭാഗം പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ പൊടി ശല്യം കാരണം സൈഡിൽ ജീവിക്കുന്ന ആൾക്കാർക്കും ഈ ഇതിൻ്റെ പൊടിയുടെ ശല്യം കാരണം ആകെ അസന്നിഗ്ധാവസ്ഥയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല പ്രാവശ്യം പലരെയും സമീപിച്ചു. PWD എഞ്ചിനീയറെ, MLA-നെ, ലോക്കൽ പഞ്ചായത്ത് മെമ്പറെ, പഞ്ചായത്ത് പ്രസിഡന്റിനെ എല്ലാവരും സമീപിച്ചിട്ടും ആർക്കും വ്യക്തമായൊരു മറുപടി ഞങ്ങൾക്ക് തരാൻ സാധിച്ചിട്ടില്ല. ടാറിട്ട് റോഡ് JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുകയും താൽക്കാലിക മെറ്റൽ വിരിക്കുകയും ചെയ്തു. ഇപ്പോൾ റോഡിലെ മെറ്റൽ മുഴുവൻ ഇളകി കാൽനട പോലും ബുദ്ധിമുട്ടായി. ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മെറ്റൽ തെറിച്ചും റോഡിൽ രൂപപ്പെട്ട കുഴിയിൽ വീണും പരിക്കേൽക്കുന്നതും പതിവായി. പൊടിശല്യവും നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു. നിരവധി പരാതികൾ നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോതമംഗലം. കോവിഡ് പ്രതിസന്ധിയിൽ ഉത്സവാഘോഷങ്ങൾക്ക് വിലക്ക് വീണപ്പോൾ സ്തംഭിച്ച തൊഴിൽ മേഖലയാണ് കാഴ്ചവരവ് സംഘങ്ങളുടേത്. ലക്ഷങ്ങൾ മുതൽ മുടക്കി കാഴ്ചവരവിനായി കോപ്പുകൾ ഒരുക്കിയവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത്. ഉത്സവാഘോഷങ്ങൾക്ക് പെരുമയേറ്റുന്നതാണ് പ്രൗഢമായ കാഴ്ചവരവ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വലിയ കാഴ്ച സംഘങ്ങൾ വിരലിലെണ്ണാവുന്നവ മാത്രമാണ്. പക്ഷേ 100 കണക്കിന് തൊഴിലാളികളാണ് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നത്. ഏത് കാലം ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് അറിയിച്ചില്ലെങ്കിലും ഇവയൊക്കെ സാധ്യമാകും വിധം സംരക്ഷിച്ചു പോരുകയാണ് അണിയറക്കാർ. താൽക്കാലിക ആശ്വാസത്തിന് മറ്റു തൊഴിലുകളിലേക്ക് ചേക്കേറിയെങ്കിലും ഈ മേഖല പൂർണ്ണമായും കൈയൊഴിയാൻ ഇവർക്കാകില്ല. ഈ മേഖല എന്തിനാലും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ 30 വർഷം നമ്മൾ ജീവിച്ചത് ഈ ഒരൊറ്റ മേഖലയിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാവരും നമ്മളെ കൂടെ ഇല്ലവരും നമ്മളും എല്ലാം ജീവിച്ചത് ഈ മേഖല. ഒരിക്കലും നമ്മൾക്ക് ഇതൊരു വർഷം ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് 1 വർഷം അല്ല 2 വർഷം ബ്ലോക്ക് ആയതെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിനോട് ഒഴുകി ചേർന്നൊരു സാധനമാണ്. ഇത് നമുക്ക് ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നിന്നല്ലാതെ നമുക്ക് വേറൊരു ചിന്തിക്കാം. പക്ഷേ നമുക്ക് താൽക്കാലിക ഒരു വരുമാനം എന്നില്ലാണ് നമ്മൾ മീൻ കൃഷിയിലേക്ക് പോയത്. കെട്ടുകാഴ്ചകളെല്ലാം പൊടിപിടിച്ച് കിടക്കുകയാണ്. വൻതുക സ്ഥലവാടക നൽകിയാണ് സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്നത്. അല്പം കാത്തിരിക്കേണ്ടി വന്നാലും ഉത്സവരാവുകളെ വൈദ്യുത ദീപങ്ങൾ കൊണ്ടും കലാസൃഷ്ടികൾ കൊണ്ടും ആഘോഷഭരിതമാക്കാൻ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. ന്യൂസ് 18 പയ്യന്നൂർ. കായംകുളം നഗരസഭയിലെ 1-44 വാർഡുകളിലെ സ്വതന്ത്ര UDF BJP സ്ഥാനാർത്ഥികളുടെ പ്രചാരണ സാമഗ്രികൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. 1-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുബീർ S. ഓടനാടിന്റെ ബോർഡുകൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി MR സലിം ഷായുടെ 44-ാം വാർഡിലെ സ്ഥാനാർത്ഥി AJ ഷാജഹാന്റെ ബോർഡുകളും നശിപ്പിച്ചു. സ്കൂട്ടറിലെത്തിയ യുവാവ് ബോർഡ് നശിപ്പിക്കുന്ന ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കായംകുളം പോലീസിൽ പരാതി നൽകി. കാത്തിരിപ്പിനൊടുവിൽ വേളി ടൂറിസ്റ്റ് വില്ലേജിലെ ട്രെയിൻ യാത്ര തുടങ്ങി. വേളിയിലെത്തുന്ന സഞ്ചാരികൾക്ക് കായലും കടലും കണ്ട് ഈ കുഞ്ഞൻ ട്രെയിനിൽ യാത്ര നടത്താം.
ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്ക് പുതിയ അനുഭവമാവുകയാണ് ഈ ട്രെയിൻ. കായലും കടലും കണ്ട് ഇതിൽ യാത്ര ചെയ്യാം. കായലിന് മുകളിലെ പാലത്തിലൂടെ ബീച്ചിലേക്കുള്ള വഴിയിൽ തുരങ്കവും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയാണ് ഈ കുഞ്ഞൻ ട്രെയിനിന്. ടൂറിസ്റ്റ് വില്ലേജുകളിൽ 2 കിലോമീറ്ററോളം ദൂരത്തിലാണ് ട്രെയിൻ ഓടുക. ആവി എഞ്ചിൻ മാതൃകയും 3 ബോഗികളുമുണ്ട്. പൂർണ്ണമായും വൈദ്യുതിയിലാണ് ട്രെയിൻ ഓടുന്നത്. ഒരേ സമയം 48 പേർക്ക് സഞ്ചരിക്കാമെങ്കിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പകുതി പേർക്ക് മാത്രമേ ടിക്കറ്റ് നൽകുകയുള്ളൂ. ഓരോ യാത്രയ്ക്ക് ശേഷവും ബോഗികൾ അണുനശീകരിക്കും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയാണ് സർവീസ്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ന്യൂസ് 18 വേളി. വഴിയോരം ക്ലാസ് മുറിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇടുക്കി രാജമലയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതാണ് ഇവർക്ക് പഠനത്തിന് തടസ്സമാകുന്നത്. ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കിയെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്തതാണ് ഈ വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. പഠനം മുടങ്ങാതിരിക്കാൻ ദിവസേന 6 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച നെറ്റ്വർക്ക് ലഭ്യമാകുന്ന രാജമലയിലെത്തും. ഇവിടെ വഴിയോരത്തിരുന്ന് പഠിക്കും. ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങിയ അന്നു മുതൽ ഇതാണ് പതിവ്. രാജമലയിലെ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ മക്കളാണിവർ. എല്ലാവർക്കും സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പുകളുമൊക്കെ മാതാപിതാക്കൾ വാങ്ങി നൽകിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടുമുള്ള യാത്രയോർത്ത് ഈ അധ്യയന വർഷത്തിലെ പഠനം ഉപേക്ഷിച്ചവരും ഉണ്ട്. அட்டன் பண்ணுறதுக்கு இன்னும் நிறைய பிள்ளைங்க இருக்கிறாங்க. நிறைய பேர் அட்டன் பண்ணாமே வீட்டில் இருக்கிறாங்க. டெய்லி ஆட்டோ எதுவுமே எங்களுக்கு வண்டி ஃபெசிலிட்டிஸ் கூட எங்களுக்கு இங்கே இல்லை. ரொம்ப கஷ்டமாக இருக்குது. இதை கொஞ்சம் ஏற்று எங்களுக்கு ஏதாவது டவர் வச்சு கொடுத்தா இதுக்கு அப்புறம் படிக்கிற பிள்ளைங்களுக்காவது இது யூஸ் ஆகும். പാഠപുസ്തകങ്ങളും ചോറും ഒക്കെയായാണ് ഇവർ വഴിയോരത്ത് പഠിക്കാനെത്തുന്നത്. വൈകുന്നേരം 5 മണിയോടെ മടങ്ങും. പലപ്പോഴും രാത്രിയായിട്ടാണ് വീടുകളിലെത്തുന്നത്. രാജമലയിൽ നെറ്റ്വർക്ക് കവറേജ് എത്തിച്ചാൽ ഇവരുടെ പഠനം മാത്രമല്ല, ഇവിടെയുള്ള കുട്ടികളുടെയും പഠനവും സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. ന്യൂസ് 18 മൂന്നാർ. ഇനി കാർഷിക കേരളം. വീട്ടുമുറ്റം അലങ്കാര ചെടികൾ നട്ട് മനോഹരമാക്കി അതിലൂടെ വരുമാന മാർഗം കണ്ടെത്തുകയാണ് കാട്ടാക്കട പൂവച്ചൽ സ്വദേശി ബിജു. 200 രൂപ മുതൽ 10,000 രൂപ വരെ വിലപിടിപ്പുള്ള ചെടികളാണ് ബിജുവിന്റെ പൂന്തോട്ടത്തിൽ ഉള്ളത്. ഒഴിവു സമയം കണ്ടെത്തിയാണ് ബിജു അലങ്കാര ചെടികൾ നട്ടുവളർത്തിയത്. ഇതിൽ വരുമാനം കണ്ടെത്തി തുടങ്ങിയപ്പോൾ കൂടുതൽ പ്രചോദനമായി. വിവിധയിനം ചെടികളുടെ ശേഖരം ബിജുവിന്റെ പക്കലുണ്ട്. 4 വർഷം കൊണ്ടാണ് പൂന്തോട്ടം വിപുലീകരിച്ചത്. മനസ്സിനൊരു ഉല്ലാസത്തിന് വേണ്ടിയാണ് ചെയ്തു വരുന്നത്. കൊച്ചിലെ ഞാൻ ഈ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിലെ ചെയ്തു വരും. എനിക്ക് മനസ്സിന് ഉല്ലാസവും നല്ലൊരു സന്തോഷമൊക്കെ കിട്ടും. അതോടെ ഞാൻ ചെയ്തു വരുന്നു. അതിനുപരി പ്രോഫിറ്റും ഉണ്ട്. ചെടിയുടെ തരം എന്ന് പറഞ്ഞാൽ 50 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ചെടികളുണ്ട്. അഗ്നോണിമ ഐറ്റം, ഫിലോഡോൺഡ്രം, എപ്പിസിയ, അങ്ങനെ നിരവധി ഐറ്റങ്ങളുണ്ട്. ഒരു വരുമാന മാർഗത്തിൽ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് ഉപരി നല്ലൊരു വരുമാന മാർഗവും ഉണ്ടാകുന്നു. സമൂഹമാധ്യമങ്ങൾ വഴിയാണ് ഉപഭോക്താക്കളെ കണ്ടെത്തുന്നത്. നിരവധി പേരാണ് ഇവിടെ ചെടികൾ വാങ്ങാൻ എത്തുന്നത്. കുറച്ച് മുതൽ മുടക്കും കൃഷി ചെയ്യാനുള്ള താല്പര്യവും ഉണ്ടെങ്കിൽ ആർക്കും മികച്ച വരുമാനം ഉറപ്പാക്കാമെന്ന് ബിജു പറയുന്നു. ന്യൂസ് 18 കാട്ടാക്കട. കൊക്കോ പൊടിക്ക് മാർക്കറ്റിൽ നല്ല വിലയാണെങ്കിലും കൊക്കോ പരിപ്പിന് വിലയില്ലാത്തത് കർഷകരെ പ്രയാസത്തിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ കൊക്കോ കർഷകരെ സഹായിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം. കൊക്കോ പൗഡറിന് വിപണിയിൽ ഗ്രാമിന് 100 രൂപയാണ് വില. എന്നാൽ കൊക്കോ കൃഷി ചെയ്ത് കുരുവുണക്കി മാർക്കറ്റിലെത്തിച്ചാൽ കർഷകന് ലഭിക്കുന്നതാകട്ടെ കിലോയ്ക്ക് 150 രൂപയും. പച്ചക്കുരുവിനാണെങ്കിൽ ഇതിന്റെ 1/3 ഭാഗവും. ഈ സാഹചര്യത്തിലാണ് കർഷകർ കൊക്കോ പരിപ്പിന്റെ വിൽപ്പന അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എടപ്പാൾ സ്വദേശി ചന്ദ്രശേഖരൻ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച 10ഓളം തൈകളാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ കൊക്കോ പരിപ്പിന് വിലയിടിഞ്ഞതോടെ വിൽപ്പന നിർത്തിവെക്കേണ്ട അവസ്ഥയിലെത്തി. 10-100 കായ ചിലപ്പോൾ ഒരു വർഷത്തിൽ കിട്ടിയെന്ന് വരും. ഒരു തവണ ഞാൻ തൃശ്ശൂർ പോയിട്ട് ഇത് വിൽക്കുകയുണ്ടായി. അന്ന് വലിയ വില ഒന്നും കിട്ടിയില്ല. ഇനി ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് അറിയില്ല. ശ്രമിച്ചു നോക്കണം. എന്നാലും വലിയൊരു കൗതുകമുള്ള ഒരു കൃഷിയാണ്. ഇന്ന പോലെ രുദ്രാക്ഷം ഞാൻ കൊടുന്നിട്ട് വെച്ചു. അതിപ്പോൾ പൂവ് ഇട്ട്. അങ്ങനെ എനിക്കിതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതിപ്പോൾ എല്ലാവരും താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും താല്പര്യപ്പെട്ടു വരിക. അതിൽ വലിയ സന്തോഷമുണ്ട്. നട്ടുവളർത്തിയ മരങ്ങൾ വെട്ടിമാറ്റാൻ പലർക്കും ആകുന്നില്ല. വിപണിയിൽ വിലയില്ലെങ്കിലും ആദായത്തിനപ്പുറം കൃഷിയോടുള്ള സ്നേഹമാണ് കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ ചന്ദ്രശേഖരനെ പോലെയുള്ള മിക്ക കർഷകരെയും പ്രേരിപ്പിക്കുന്നത്. ന്യൂസ് 18 എടപ്പാൾ. തിരുവനന്തപുരം ബാലരാമപുരത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് സഹോദരങ്ങൾ മരിച്ചു. ബൈക്ക് യാത്രികരായ ശർമ്മൻ, ഷാനു എന്നിവരാണ് മരിച്ചത്. ഇവർ
വഴിമുക്ക് സ്വദേശികളാണ്. കളിക്കാപ്പിളയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ലോറിയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് കടുത്ത അവഗണന. തിരുവനന്തപുരം ജില്ലയിൽ മടങ്ങിയെത്തിയവരെ കോവിഡ് പരിശോധനയ്ക്ക് പോലും വിധേയരാക്കുന്നില്ല എന്നാണ് പരാതി. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി ചെയ്യുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പരിശോധിച്ച 3 പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ശബരിമലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ മടങ്ങിയെത്തിയ പോലീസുകാരോടാണ് കടുത്ത അവഗണനയുണ്ടായത്. കൊല്ലത്ത് മടങ്ങിയെത്തിയ 13 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. പോലീസ് തന്നെ നേരിട്ടിടപെട്ട ഉദ്യോഗസ്ഥരിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം കണ്ടെത്തിയത്. എന്നാൽ തിരുവനന്തപുരത്തെ കാര്യങ്ങൾ മറിച്ചാണ്. നന്ദാവനം AR ക്യാമ്പിലെ 6 പോലീസുകാർ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സ്വമേധയാ പരിശോധന നടത്തിയപ്പോഴാണ് 5 പേർക്കും രോഗമുണ്ടെന്ന് വ്യക്തമായത്. ഇതിൽ 3 പേർ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിന് സുരക്ഷ ഒരുക്കുന്നതിനിടെയാണ് ഇന്നലെ രോഗം കണ്ടെത്തിയത്. ബോംബ് സ്ക്വാഡിൽ നിന്നെത്തിയ 6 പേരിൽ 4 പേർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞെത്തിയവർക്ക് മറ്റെല്ലായിടത്തും 3 ദിവസം അവധി അനുവദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് 2 ദിവസമാക്കി ചുരുക്കി. നന്ദാവനം AR ക്യാമ്പിൽ നിന്ന് മാത്രം 25 പേരാണ് ശബരിമലയിൽ ഡ്യൂട്ടിക്കെത്തിയത്. ഇവരിൽ 19 പേരും പരിശോധനയില്ലാതെ ജോലിയിൽ തുടരുകയാണ്. ഇതിനു പുറമെ തിരുവനന്തപുരത്തെ വിവിധ സ്റ്റേഷനുകളിൽ നിന്നെത്തിയ 25ഓളം പേരും പരിശോധനയില്ലാതെ ജോലിയിൽ തുടരുന്നു. ശബരിമലയിൽ പോലീസുകാർക്കിടയിൽ വൻതോതിലാണ് രോഗവ്യാപനം ഉണ്ടാകുന്നത്. തിരികെ എത്തുമ്പോഴും പരിശോധന നടത്തിയില്ലെങ്കിൽ വിവിധ ക്യാമ്പുകളിലേക്കടക്കം രോഗം പകരും. ഈ സാഹചര്യം കണക്കിലെടുക്കാതെയാണ് പോലീസിന്റെ അനാസ്ഥ. ന്യൂസ് 18 സന്നിധാനം. കാഴ്ചാ പരിമിതിയെ അതിജീവിച്ച് യൂട്യൂബ് ചാനൽ വഴി സമൂഹമാധ്യമങ്ങളിൽ താരമാവുകയാണ് കാസർഗോഡ് രാവണീശ്വരത്തെ ആശ ടീച്ചർ. യാത്രാ വിവരണവും പാചകവും പാട്ടുകളും എല്ലാമായി യൂട്യൂബർ എന്ന നിലയിൽ കൂടി ഇതിനകം പേരെടുത്തു കഴിഞ്ഞു. രാവണീശ്വരം സ്കൂളിലെ സോഷ്യോളജി അധ്യാപികയായ C. ആശാലതയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. ഇതോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. മറ്റൊരു ഭിന്നശേഷി ദിനം കൂടി കടന്നു പോകുമ്പോഴാണ് ഉൾക്കാഴ്ച കൊണ്ട് തന്റെ ലോകത്തെ വൈവിധ്യപൂർണ്ണമാക്കുന്ന ആശ ടീച്ചർ എന്ന യൂട്യൂബർ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാവുന്നത്. ഇതിനകം നടത്തിയ യാത്രകളും പാചകകലയും വായനാനുഭവവുമെല്ലാം സ്വന്തം ചാനൽ വഴി ടീച്ചർ പുറം ലോകത്തെ പരിചയപ്പെടുത്തുമ്പോൾ അത്ഭുതം കൂറുന്നവർ അനവധിയാണ്. അന്ധരായ ആളുകൾക്കും ഇതുപോലെയൊക്കെ സാധിക്കുമോ എന്ന ചോദ്യങ്ങൾക്കുത്തരമാണ് ആശ ടീച്ചറുടെ വിഭാസന എന്ന യൂട്യൂബ് ചാനൽ. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു നമ്മളെ കാസർഗോഡ് ആ സമയത്ത്. അപ്പോൾ ഈ കാസർഗോഡിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് എല്ലാവരെയും തദ്ദേശീയരായിട്ടുള്ളയും വൈദേശിക തകർന്നപ്പോൾ മുതലേ ഈ കേരിയന്മാർ ഇങ്ങോട്ട് ഒരു ആക്രമണം നടത്താനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ആ ഒരു സാമ്പത്തിക പ്രാധാന്യം തന്നെയാണെന്നാണ് പറയുന്നത്. ഇരു കണ്ണുകൾക്കും കാഴ്ചയില്ലാതെ ഇരുട്ടുമൂടിയ ലോകത്ത് നിന്നുകൊണ്ടാണ് ആശ ടീച്ചറുടെ യൂട്യൂബ് വിവരണങ്ങൾ. തന്റെ കാഴ്ച പരിമിതിയെ പുഞ്ചിരിയോടെ മറികടന്ന് മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയാണിവർ. പാചകം, വായന, സംഗീതം, യാത്രകൾ എന്നിവ ഏറെ ഇഷ്ടപ്പെടുന്ന ടീച്ചറുടെ യൂട്യൂബ് ചാനൽ നിറയെ അത്തരം വീഡിയോകളാണ്. പാചകത്തെക്കുറിച്ചും തന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന ടീച്ചർ കാസർഗോഡിന്റെ അടയാളമായ ബേക്കൽ കോട്ടയിലേക്കുള്ള യാത്രയിലൂടെ കോട്ടയുടെ ചരിത്രവും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുമെല്ലാം നല്ല രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഹനുമാൻ ക്ഷേത്രം, മുഖ്യപ്രാണ ടെമ്പിൾ അവിടെയാണ്. അപ്പോൾ ഇത് ഇക്കേരി രാജാക്കന്മാരുടെ ഭരണകാലത്തെ ഉള്ള ക്ഷേത്രമാണ്. ഭർത്താവ് ശ്രീധരനുണ്ണിയുടെയും മക്കളായ നന്ദകിഷോർ, അർജുൻ കിഷോർ, അമൽ കിഷോർ എന്നിവരുടെയും പൂർണ്ണ പിന്തുണയും ആശ ടീച്ചറുടെ വിഭാസന എന്ന യൂട്യൂബ് ചാനലിനെ പിൻബലമേകുന്നു. ന്യൂസ് 18 കാസർഗോഡ്.